നമ്മളിനി പോകുന്നത് അരൂർ തുറവൂർ ദേശീയപാതയിലേക്കാണ്. അവിടെ മാസങ്ങളായി ഗതാഗത കുരുക്കാണ്. 12 കിലോമീറ്റർ ദൂരം താണ്ടാൻ 3-4 മണിക്കൂർ വരെ ബ്ലോക്കിൽ കിടക്കേണ്ട സ്ഥിതിയാണ് നാട്ടുകാർക്ക്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി റോഡ് ഇരുവശങ്ങളിലുമായി കെട്ടിമറിച്ചതോടെ റോഡിന്റെ വീതിയും നഷ്ടപ്പെട്ടു. മഴ കൂടി തുടങ്ങിയതോടെ റോഡിലുള്ള കുഴിയിൽ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പുതഞ്ഞു താഴുന്നത് പതിവ് സംഭവമാണ്. ആ വഴിയിലേക്ക് അഖിലശ്രീ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അഖിലശ്രീ, ഗുഡ് ഈവനിങ്. നമ്മൾ ആ വഴിയിലേക്ക് ചെല്ലുമ്പോൾ ദൂരെ നിന്ന് കണ്ടതിനേക്കാൾ അവിടുത്തെ ഒരു ദുരവസ്ഥ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാകുമല്ലോ. എങ്ങനെയാണ് ആ വഴി കിടക്കുന്നത്? വഴിയിൽ കിടക്കുന്ന വാഹനങ്ങളിലുള്ളവർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റിന്റെ സമയം തന്നെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും സുജയ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായ കാര്യമാണ്. അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതയായ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മേഖലയിൽ ഏതാണ്ട് കഴിഞ്ഞ 1.5 കൊല്ലമായി ഇവിടുത്തെ സ്ഥിതിയാണ് ദാ ഈ കാണുന്ന വെള്ളവും ഈ കാണുന്ന ട്രാഫിക് ബ്ലോക്കും ഒക്കെ. അതായത് എല്ലാ ദിവസവും ഇവിടെ KSRTC ബസ് മറ്റ് ബൈക്ക് യാത്രക്കാരൊക്കെ പുതഞ്ഞു താഴുന്നതും വാഹന അപകടങ്ങളിൽ പെടുന്നതുമൊക്കെ പതിവ് സംഭവമാണ്. ഏതാണ്ട് 1.5 കൊല്ലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആദ്യഘട്ടത്തിൽ വേനൽക്കാലമായിരുന്നു. കടുത്ത പൊടിയായിരുന്നു. പൊടിശല്യം കൊണ്ട് ജനങ്ങൾ വല്ലാതെ വലയുന്ന ഒരു സ്ഥിതി വിശേഷമായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 2-3 മാസമായി മഴ തുടങ്ങിയതോടുകൂടെ ഈ ദേശീയപാതയുടെ ഇരുവശത്തും, ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ്, ഈ വശത്ത് പൂർണ്ണമായും ചെളിവെള്ളം നിറഞ്ഞ സ്ഥിതിയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ വളരെ ദുരിതം താണ്ടിയാണ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ യൂണിഫോമിൽ ചെളിയാകുന്നത്, അതുപോലെ തന്നെ വാഹനയാത്രക്കാർ രാവിലെ ഓഫീസിൽ കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത ദുരിതം, കാറുകൾ അതുപോലെ ബസ്സുകൾ, ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ സ്ഥിരമായി ഉള്ള കുഴികളിലൊക്കെ പൂണ്ട് താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ അരൂർ തുറവൂർ മേഖലയിലുള്ളത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മേഖല ഏതാണ്ട് 12 കിലോമീറ്റർ ആണ്. 12 കിലോമീറ്റർ മോട്ടോർ വാഹന വകുപ്പിന്റെയൊക്കെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 20 മിനിറ്റ് മതി ഈ ഒരു മേഖല താണ്ടിക്കിട്ടാൻ. പക്ഷേ ഈ പണി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 3-4 മണിക്കൂറുകളാണ് ജനങ്ങൾ ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകാരുടെ സ്ഥിതിയും ധാരാളം സർവീസുകൾ ഇവിടെ അവർ നിർത്തലാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള ഒരു ഒഴിവ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒഴിവ് സമയം, അതായത് ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന സമയം ജനങ്ങൾ ലൂഡോ പോലെയുള്ള കളിയൊക്കെ കളിച്ചുകൊണ്ടാണ് ഈ ബ്ലോക്കിനകത്ത് ആളുകൾ എന്റർടൈൻമെന്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വെള്ളക്കെട്ടിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്നത് ഇവിടുത്തെ ഓടയാണ്. അതായത് വെള്ളം ഒഴുകി പോകാനുള്ള ഓടയാണ് ഇവർ നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചു കളഞ്ഞത്. അതായത് അശോക ബിൽഡേഴ്സിനാണ് ഈ കരാർ ചുമതല നൽകിയിരിക്കുന്നത്. ഇവര് നിർമ്മാണം തുടങ്ങിയെങ്കിലും പലപ്പോഴും അവരുടെ ദേശീയപാത നിർമ്മാണം, അതായത് ഉയരപ്പാതയുടെ നിർമ്മാണത്തിൽ മാത്രം ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ട ഭൗതിക സാഹചര്യം, അതായത് ജനങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴിയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇവർ ഏർപ്പാടാക്കിയില്ല. മഴ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിന്റെ ഒരു വ്യാപ്തി ജനങ്ങൾക്ക് മനസ്സിലായത്. ദേശീയപാത അതോറിറ്റിക്ക് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. അതിനുശേഷം ജനങ്ങൾ സ്ഥിരം പരാതിയായതോടുകൂടെ ഇപ്പോൾ ഇതാ ഇവിടെ കാണുന്നത് പോലെ മെറ്റലും ബിറ്റുമിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അങ്ങനെ അടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഇടുന്ന മെറ്റൽ അല്പസമയത്തിനകം ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ അല്പസമയത്തേക്ക് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ കളക്ടറോടും ബന്ധപ്പെട്ട അതോറിറ്റി എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടും ഒരു ആശ്വാസമോ അവർക്ക് വേണ്ട ഒരു പരിഹാരമോ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ജനങ്ങൾ വളരെ വലിയ പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ജനകീയ സമിതിയുടെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. എന്താ പ്രശ്നം നിങ്ങൾ കാണുന്നില്ല? ഇത് തന്നെ പ്രശ്നം. ഇത് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റും, നടക്കാൻ പറ്റുന്നില്ല, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെ പ്രശ്നം ഇവിടുത്തെ. അല്ലാതെ എന്താണ്? വ്യവസായം നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സീ ഫുഡ് വ്യവസായം നിൽക്കുന്ന അരൂര്. അവിടെയാണ് ഈ ആകാശപാത വരുന്നത്. അപ്പോൾ ഈ ആകാശപാത വരുന്ന ഈ കമ്പനിക്കാർ
ഇതിന് സമാന്തരമായിട്ടുള്ള റോഡുകൾ ആദ്യം തന്നെ പണിത് ക്ലിയറാക്കിയിട്ട് വേണമായിരുന്നു ഇതിൻ്റെ വർക്ക് തുടങ്ങാൻ. അങ്ങനെ തുടങ്ങാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇത് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിന് ഈ ഹൈവേ അതോറിറ്റി വേണ്ട ഇടപെടലുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഈ വെള്ളക്കെട്ട് പോലെ ഈ കാണ ഉൾപ്പെടെ ഉള്ള വർക്കുകൾ ഒരു സൈഡ് ചെയ്തുകൊണ്ട് വർക്ക് മുമ്പോട്ട് പോയില്ല എങ്കിൽ ഇവിടെ ഈ ജനങ്ങൾ മുഴുവനും ഒരു 3-4 മണിക്കൂർ ഈ റോട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവും. സ്കൂളുകളിൽ പോണ പിള്ളേരെല്ലാവരും ഇവിടെ വീട്ടിലാണ്. മിക്ക ദിവസങ്ങളും യൂണിഫോം നനയുക, യൂണിഫോം ചെളിയുക, പിന്നെ അന്നത്തെ ദിവസം സ്കൂളിൽ പോകാൻ പറ്റാതെ വരിക. ഈ മെറ്റൽപ്പൊടി കൊണ്ടുവന്നിട്ട് എന്താ പറയുക, ഒരു പ്രയോജനം ഇല്ലത്. ഇപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി വഴി കഴിയുമ്പോൾ ആ മെറ്റൽ മൊത്തം പോവുക. പിന്നെ എന്താ പാർട്ടിക്കാർ വന്നാലും ഉണ്ടല്ലോ, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം അംഗം കാണിക്കുന്നത്, ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ നടന്നും വീടും കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് റോഡിൽ നടക്കുന്നത്. ഒന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ 3/4 മണിക്കൂർ വേണം. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ജനകീയ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല, ഇവിടെ എല്ലാ നേതാക്കന്മാരും കാശ് മേടിച്ചിട്ടാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണത്. അല്ലെങ്കിൽ അവിടെ എറണാകുളത്തൊക്കെ മേൽപ്പാലം മെട്രോ വന്നല്ലോ, അവിടെ താഴത്തെ എയർപോർട്ട് പോലെ റോഡ് ഉണ്ടാക്കിയിട്ടാണ് അവർ ചെയ്തത്. തീർച്ചയായും സുജയ്, അതായത് ഇവിടുത്തെ ആളുകളുടെ പ്രധാന പരാതി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് മെട്രോ പണിതപ്പോൾ പോലും ഇത്രയും ഒരു ഗതാഗത കുരുക്കോ അതുപോലെയുള്ള പ്രശ്നങ്ങളോ അഖിലശ്രീ, അവിടെയുള്ള അവരോട് ചോദിക്കാം. അതായത് നമ്മൾ പലയിടങ്ങളിലും ഈ റോഡ് നിർമ്മാണം കണ്ടുകൊണ്ട് നിൽക്കുന്നതാണോ? അഖിലശ്രീക്കും അറിയാമല്ലോ, അഖിലശ്രീ സ്കൂട്ടർ ഓടിച്ച് പോകുന്നയാളുമാണ്. ദൂരത്ത് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ വഴി കിടക്കുന്നത് എന്നുള്ളത് സ്കൂട്ടർ യാത്രക്കാരിയായ അഖിലശ്രീക്ക് കുറച്ചുകൂടി നന്നായി അറിയാമല്ലോ. ഇതിപ്പോൾ ഈ തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണം, അവിടെ ഈ കിഴക്ക് ഭാഗത്തെ അരൂരിൽ നിന്നും തുറവൂർ ഭാഗത്തേക്കുള്ള കിഴക്ക് ഭാഗത്തെ റോഡ് അവിടെ ഉടൻ ടാറിംഗ് നടത്താം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്തെ റോഡിൽ ടാറിംഗ് നടത്താം. അപ്പോൾ ഈ ടാറിംഗ് നടത്തി ഈ പ്രശ്നം പരിഹരിക്കാതെ ഈ ആളുകളൊക്കെ നോക്കൂ, ചെളിയിൽ പുതഞ്ഞ്, കാലൊക്കെ ചെളിയിൽ പുതഞ്ഞ് നടന്നു പോകേണ്ട സാഹചര്യത്തിലാണ് അവിടെ എത്തുന്ന ആളുകൾ. അപ്പോൾ ഈ ടാറിംഗ് നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു. മഴ പെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയാ, 2 ആഴ്ചയിലേ ആയിട്ടുള്ളൂ അഖിലശ്രീ. അതെ അതെ ചേട്ടാ, ഇതിപ്പോ ടാറിംഗ് ഒക്കെ ഇവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുപോയത് ഒന്നും ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം ആകുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഈ സർവീസ് റോഡ് റെഡിയാക്കിയിടാമായിരുന്നു. സർവീസ് റോഡ് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ മന്ത്രിമാരും MLA-മാരും MP-മാരും എവിടെയാണ്? ഇപ്പം ഈ വഴി കൂടി പോകുന്ന MLA-മാരും മന്ത്രിമാരും ഇപ്പം കാണുന്നില്ല. ഈ വഴി പോകുന്നില്ല, ഒരു വഴി മാറി പോവുക. ഈ അനുഭവിക്കുന്നത് എത്രയോ പിള്ളേരാണ് ഈ വെള്ളത്തിൽ വീണ് വണ്ടി ആക്സിഡന്റ് ഉണ്ടായതും പല ബുദ്ധിമുട്ടുകളും ഇവിടെ അനുഭവിക്കുന്നത്. തീർച്ചയായും സുജയ, അതായത് സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് സ്കൂട്ടർ യാത്രക്കാരാണ് വളരെ ദുരിതം അനുഭവിക്കുന്നത്. സ്ഥിരം ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ഈ വഴിയിൽ സ്കൂട്ടർ യാത്രക്കാർ വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടുത്തെ കുഴിയുടെ ആഴം സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനും നമുക്ക് അറിയാൻ പറ്റില്ല ഈ കുഴിക്ക് എത്ര ആഴമുണ്ടെന്ന്. ഈ ആഴത്തിലാണ് സ്കൂട്ടറുകാർ വീഴുന്നത്. അതുമാത്രമല്ല ഇവിടെ പലരും പരിക്ക് പറ്റി കുറേ നാൾ ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി. സ്കൂട്ടറുകാർ മാത്രമല്ല, ഇവിടെ കൂടി നോക്ക്, ഇവിടെ കൂടി എങ്ങനെ കാൽനട യാത്രക്കാർ പോകുന്നത്. എത്ര സ്കൂളുകൾ ഇവിടെ ഉണ്ട്, എത്ര ആരാധനാലയങ്ങളുണ്ട്. ഇവിടെ കൂടി പോകാൻ പറ്റുന്ന റോഡ് മുറിച്ച് നടക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ എല്ലാ ദിവസവും കാണുന്ന കാഴ്ചയാണ് ആംബുലൻസുകൾ ഈ റോഡ് ജാമായി കിടക്കുന്നത്, പുറകോട്ടും മുന്നോട്ടും മാറ്റാൻ പറ്റാതെ കിടക്കുന്ന ആംബുലൻസുകൾ. എല്ലാ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു നേതാക്കന്മാർ ഇടപെടുന്നില്ല. ഇതിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് കളക്ടർ അറിയിച്ചിരിക്കുന്നത് മഴ മാറുന്ന മുറയ്ക്ക് 3 ദിവസം അടിയന്തരമായി ഈ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം, അതായത് ടാർ ചെയ്തു തരാമെന്നാണ്. പക്ഷേ ഈ കനത്ത മഴയിൽ ടാർ ചെയ്യുന്നത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും അത്ര അഭിപ്രായമില്ല. അവർ പറയുന്നത് തന്നെ ഇത് മഴക്കാലത്തിന് മുൻപേ ബന്ധപ്പെട്ട അതോറിറ്റികളെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, ജനങ്ങളെ എല്ലാവരെയും അറിയിച്ചിരുന്നതാണ്. അതായത് ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണം. ഇപ്പോൾ ഇവിടെ കാണുന്ന വെള്ളക്കെട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാങ്കറിൽ വെള്ളം അടിച്ചു കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അത് തന്നെയല്ല, എത്ര നേരം ടാങ്കറിൽ വെള്ളം അടിച്ചു കളയാൻ പറ്റുമെന്നും ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നു. ചേട്ടാ, ഇപ്പം ഈ ടാങ്കറിൽ വെള്ളം അടിച്ചു കളയുന്നതൊക്കെ അത് ഇപ്പൊ വരാറില്ല, ഇപ്പൊ കാണാറില്ല. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുന്നുണ്ടല്ലോ. ഈ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എത്രയോ ആൾക്കാരെ പ്രശ്നങ്ങൾ നടക്കുന്നത്. എത്ര അടുത്തേക്കാണെന്ന് പറഞ്ഞാൽ സക്സസ് അല്ല. ഈ രാവിലെ വന്ന് ഒരു ടാങ്കർ അടിക്കും, പിന്നെ വേറെ അടുത്തോട്ട് വേറെ ടാങ്കർ അടിക്കും. ഇതെല്ലാം ഒഴുക്കണ റോട്ടിലാണ്.
സുജയ, ഇപ്പോൾ ഇവിടെ തന്നെ ജനകീയ സമിതി, അതായത് ബന്ധപ്പെട്ട് അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗതാഗത കുരുക്കിന്റെ മറ്റൊരു പ്രശ്നമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ട്രാഫിക് പോലീസിനെ യഥാർത്ഥ രീതിയിൽ വിന്യസിച്ചിരുന്നില്ല. നാട്ടുകാർ തന്നെയാണ് പലപ്പോഴും ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന സമയത്ത് നാട്ടുകാർ ഇടപെട്ടാണ് ഇവിടുത്തെ ഗതാഗതം നിയന്ത്രിക്കുന്നത്. ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പകുതി അപകടങ്ങളെങ്കിലും കുറയ്ക്കാമായിരുന്നു എന്ന ആക്ഷേപവും നാട്ടുകാർ ആദ്യം മുതൽക്കേ ഉന്നയിക്കുന്നുണ്ട്. ആദ്യകാലത്ത് പൊടിയായിരുന്നു ശല്യമെങ്കിൽ ഇപ്പോൾ ചെളി കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് സുജയ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം. അഖിലശ്രീ വളരെ കൃത്യമായി തന്നെ അവിടുത്തെ ദുരിതം എന്താണ് എന്ന് വ്യക്തമാക്കി. നമുക്ക് അഖിലശ്രീയെ ഒന്ന് ഫുൾ സ്ക്രീനിൽ എടുക്കാം. അഖിലശ്രീ നിൽക്കുന്ന ഇടത്ത് അവിടെ ചെളിയിൽ പുതഞ്ഞ് ആളുകൾ നടന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അഖില, ആ ചെളിയിലൊന്നും കാലൊന്നും പുതഞ്ഞു പോകാതെ തിരികെ ഇങ്ങെത്തണം. കുഴിയിൽ താഴുന്ന അവസ്ഥ. അവിടെയുള്ള ആ വഴി, അതിപ്പോൾ ബോട്ട് ഓടിച്ച് പരിചയമുള്ളവർക്ക്, വള്ളം ഓടിച്ച് പരിചയമുള്ളവർക്ക്, വള്ളം തുഴഞ്ഞ് പരിചയമുള്ളവർക്കൊക്കെ കാറിൽ അങ്ങനെ സമയമെടുത്ത് തുഴഞ്ഞ് ഈ 12 കിലോമീറ്റർ പോകാമെന്ന അവസ്ഥയാണ് ചുരുക്കത്തിൽ. അത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന സാഹചര്യം അല്ലേ അഖില? തീർച്ചയായും സുജയ. അതുപോലെ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം അരൂർ കുറ്റി വഴി തൈക്കാട്ടുശ്ശേരി വഴി തുറവൂർ എത്തുന്ന എളുപ്പവഴിയുണ്ട്. പക്ഷേ അത് കുറച്ച് കിലോമീറ്റർ കൂടുതലാണ്. പണക്കാർക്ക് അത് പോകാമെന്നൊക്കെയാണ് നാട്ടുകാരുടെ അഭിപ്രായം. കാരണം പെട്രോൾ അടിക്കാൻ കുറച്ച് കൂടുതൽ പൈസ വേണം. സാധാരണക്കാരായ ജനങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തോടായ റോഡിലൂടെ ഒഴുകിയാണ് അവർ അവരുടെ സ്ഥലത്തേക്ക് എത്തുന്നത്. സുജയ. ഓക്കെ അഖിലശ്രീ.